Hi dear students, today we discuss the last part of the third chapter of physics, that is electric shock and making household circuit. Welcome to our class. You please watch the class in full screen mode. It is more beneficial. Our first topic is electric shock. Electric shock occur when we touch bare wires or cable with damaged insulation or വെൻ ലൈറ്റ്നിങ് സ്ട്രൈക്സ്. കവചിതമല്ലാത്ത വയറുകൾ അല്ലെങ്കിൽ ഇൻസുലേഷന് ക്ഷതം സംഭവിച്ച കേബിളുകൾ ഇവ സ്പർശിക്കുകയോ ഇടിമിന്നൽ ഏൽക്കുകയോ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്ക് വൈദ്യുതാഘാതം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. സിവിയർ ഇഞ്ചുറീസ് മേ ഒക്കർ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ അവർ ബോഡി. നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിവിയർ ഇഞ്ചുറീസ് എല്ലാം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻ അഡീഷൻ ടു ഇലക്ട്രിക് ഷോക്ക്, ബ്ലിസ്റ്റേഴ്സ് മേ ഓൾസോ ഒക്കർ. പൊള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇഫ് സംബഡി ഗെറ്റ്സ് ആൻ ഇലക്ട്രിക് ഷോക്ക്, ദ മെയിൻ സ്വിച്ച് ഷുഡ് ബി സ്വിച്ച്ഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി. ആർക്കെങ്കിലും ഷോക്ക് ഏറ്റതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ മെയിൻ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. സെപ്പറേറ്റ് ദ ഇലക്ട്രോകോട്ടഡ് പേഴ്സൺ യൂസിങ് എ ഡ്രൈ വുഡൻ പീസ് ഓർ എ ഡ്രൈ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ. കൂടാതെ വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ ഉണങ്ങിയ തടിക്കഷ്ണം കൊണ്ടോ വൈദ്യുതവാഹി അല്ലാത്തതും ഈർപ്പരഹിതവുമായ തണുപ്പില്ലാത്തതുമായ വസ്തു ഉപയോഗിച്ചോ വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്തേണ്ടതാണ്. നെവർ ടച്ച് ദ അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് ബെയർ ഹാൻഡ്സ്. ഒരു കാരണവശാലും വെറും കൈകൊണ്ട് നമ്മൾ ഷോക്കേറ്റയാളെ സ്പർശിക്കരുത്. സംടൈംസ് ഹൈ വോൾട്ടേജ് ഷോക്സ് മേ നോട്ട് കോസ് എനി ഡാമേജ്. ഈവൻ ദെൻ വൺ ഷുഡ് സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ഇറ്റ് അഫക്ട് ദ ബ്രെയിൻ. എപ്പിലെപ്സി, ഡിപ്രഷൻ, ആൻസൈറ്റി എക്സെട്ര മേ ഒക്വർ. ഹൈ വോൾട്ടേജ് ഷോക്കുകൾ ചിലപ്പോൾ പരിക്കുകൾ ഉണ്ടാക്കിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം ഇത് തലച്ചോറിനെ കാര്യമായിട്ട് ബാധിക്കും. അപസ്മാരം, ഡിപ്രഷൻ, ഉത്കണ്ഠ, പക്ഷാഘാതം, അതായത് തളർന്നു പോകുന്ന അവസ്ഥ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ഈവൻ ഇഫ് ദ വോൾട്ടേജ് ഈസ് സ്മോൾ, ഇറ്റ് മേ ലീഡ് ടു അൺകോൺഷ്യസ്നെസ്, damage to touching, sensation decreases in vision and hearing disability etc. ഇത് ഏതിനെല്ലാം വീണ്ടും കാരണമാകാറുണ്ട്? ചെറിയ വോൾട്ടേജ് ആണെങ്കിലും അബോധാവസ്ഥയാകാനും സ്പർശനശേഷി തകരാറുണ്ടാകാനും കാഴ്ചക്കുറവും കേൾവിക്കുറവും ഒക്കെ ഉണ്ടാകാനും ഒക്കെ കാരണമായേക്കാം. Then next topic is precautions. What are the precautions we take? Never handle electric equipments or operate switches when the hands are wet. നനഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയോ സ്വിച്ച് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. ഇൻസേർട്ട് പ്ലഗ് പിൻസ് ഇൻ ടു സോക്കറ്റ് ആൻഡ് വിഡ്രോ ദം only ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫാക്കിയ ശേഷം മാത്രമേ സോക്കറ്റിൽ പ്ലഗ് ഘടിപ്പിക്കാനും സോക്കറ്റിൽ നിന്ന് അത് ഊരിയെടുക്കുകയും ചെയ്യാവുള്ളൂ. ഡു നോട്ട് ഓപ്പറേറ്റ് ഡിവൈസസ് ഓഫ് ഹയർ പവർ യൂസിങ് ഓർഡിനറി സോക്കറ്റ്. സാധാരണ സോക്കറ്റിൽ പവർ കൂടിയ ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിക്കരുത്. വിയർ റബ്ബർ ഫുട് വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക് ഡിവൈസസ്. വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുമ്പോൾ റബ്ബർ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇൻസുലേഷൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് ടച്ച് ദ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് ദി കേബിൾ ടി വി അഡാപ്റ്റേഴ്സ്. എൻഷുർ ദാറ്റ് ദർ ഈസ് ആൻ ഇൻസുലേറ്റഡ് ക്യാപ്പ് ഫോർ ദ അഡാപ്റ്റേഴ്സ്. കേബിൾ ടി വിയുടെ അഡാപ്റ്ററിൻ്റെ ഉൾവശത്ത് നമ്മളൊരു കാരണവശാലും സ്പർശിക്കരുത്. അഡാപ്റ്ററിന് വൈദ്യുതി പ്രവഹിക്കാത്ത തരത്തിലുള്ള അടപ്പുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻസ്. വൈദ്യുത ലൈനുകൾക്ക് സമീപം പട്ടം പറത്തരുത്. കാരണം അത് ഉയർന്നു പറന്നു കഴിയുമ്പോൾ വൈദ്യുത ലൈനിൽ തൊടുവാനും അതിൻ്റെ ഫലമായിട്ട് അതിലൂടെ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് യൂസ് ടേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. ടേബിൾ ഫാൻ ഉപയോഗിച്ചൊരിക്കലും തലമുടി ഉണക്കരുത്. എൻഷുർ ദാറ്റ് ദർ ആർ നോട്ട് ടോൾ ബിൽഡിങ്സ് ഓർ ടോൾ ട്രീസ് നിയർ ഇലക്ട്രിക് ലൈൻസ്. വൈദ്യുത ലൈനുകൾക്ക് സമീപം ഉയരമുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എൻഷുർ ദാറ്റ് ദ മെയിൻ സ്വിച്ച് ആൻഡ് ELCB ആർ സ്വിച്ച്ഡ് ഓഫ് വെൻ മെയിൻ്റനൻസ് വർക്ക് ഈസ് ബീയിങ് ക്യാരിഡ് ഔട്ട് അറ്റ് ഹോം.
ഗ്രഹവൈദ്യുത സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മെയിൻ സ്വിച്ച്, ELCB എന്നിവ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിക്കോഷൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ്, പ്രിക്കോഷൻസ് ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ഡ്യൂറിങ് ലൈറ്റനിങ്, അവോയ്ഡ് ഡൂയിങ് എനി വർക്ക് that will bring you in contact with the electric circuit. ഇടിമിന്നൽ ഉണ്ടാകുന്ന അവസരത്തിൽ വൈദ്യുത സർക്യൂട്ടുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഡിസ്കണക്ട് ദ പ്ലഗ്സ് ഫ്രം ദ സോക്കറ്റ് വെനെവർ ദർ ഈസ് എ ചാൻസ് ഓഫ് ലൈറ്റനിങ്. ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാവുന്ന അവസരങ്ങളിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉപകരണങ്ങളുടെ പ്ലഗ് സോക്കറ്റിൽ നിന്ന് വിടുതൽ ചെയ്ത് ഊരി വെച്ചിരിക്കണം. ഡ്യൂറിങ് റെയിൻ ആൻഡ് വിൻഡ്, ഇലക്ട്രിക് ലൈൻസ് ആർ ലൈക്ലി ടു ടച്ച് ദ ഗ്രൗണ്ട്. ദിസ് മേ കോസ് ഡേഞ്ചർ. വി ഹാവ് ടു കോഷൻ ഓൺ സച്ച് ഒക്കേഷൻസ്. അതായത് മഴയും കാറ്റുകയുള്ള അവസരങ്ങളിൽ വൈദ്യുത ലൈനുകൾ ഭൂമിയെ സ്പർശിച്ച് അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. If water enters home due to floods or other reasons, disconnect electric connections. Reconnect it only after ensuring that the main switch and the switchboard are perfectly dry. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ, അതായത് പ്രളയം മൂലമോ വെള്ളപ്പൊക്കം മൂലമോ ഒക്കെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ വൈദ്യുത ബന്ധം നമ്മൾ വിച്ഛേദിക്കുകയും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡുകൾ, മെയിൻ സ്വിച്ച് എന്നിവ പൂർണ്ണമായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാവുള്ളൂ. നെക്സ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ഒരാൾക്ക് നമ്മൾ നൽകേണ്ട ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചാണ്. ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഓൺലി ആഫ്റ്റർ ഡിസ്കണക്റ്റിംഗ് ദ വിക്ടിം ഫ്രം ദ ഇലക്ട്രിക് വയർ. ഫസ്റ്റ്ലി ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. വിക്ടിമിനെ ഷോക്ക് ഏറ്റിയ ആളെ നമ്മൾ ഇലക്ട്രിക് ലൈനിൽ നിന്നും അതുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ച ശേഷം മാത്രമേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുള്ളൂ. ഫസ്റ്റ് എയ്ഡ്സ് ടു ബി ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ആഫ്റ്റർ റിമൂവിങ് ദ ഇലക്ട്രിക് കണക്ഷൻ. ദെൻ ദ ഫോളോയിങ് ആർ ഡൺ. റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ബൈ മസാജിങ്. ശരീര താപനില നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഷോക്ക് ഏൽക്കുന്ന സമയത്ത് അവരുടെ താപനില ടെമ്പറേച്ചർ വളരെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പം ശരീരം മരച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോയും എങ്ങനെയാകും? ഇപ്പം ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കുറയുന്നത് കൊണ്ട് ബ്ലഡിൻ്റെ ഫ്ലോ നടക്കാതെ വരുന്നു. അപ്പം നമ്മുടെ ബ്രെയിനിലും ഹാർട്ടിലും ഒക്കെ ബ്ലഡ് വേണ്ട വിധത്തിൽ എത്താതെയും അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി നോർമൽ സ്റ്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ബൈ മസാജ് ചെയ്ത് ശരീരം നന്നായിട്ട് തിരുമ്മി ചൂട് പിടിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം നൽകുക. മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. മസിലുകൾ തിരുമ്മി പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക. അത് ബ്ലഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദി ഹാർട്ട്. അപ്ലൈ പ്രഷർ ഓൺ ദ ചെസ്റ്റ് റെഗുലർലി. ഹൃദയം പ്രവർത്തിപ്പിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ നൽകുക. അതിനു വേണ്ടിയിട്ട് നെഞ്ചിൽ ശക്തിയായിട്ട് ക്രമമായിട്ട് നമ്മൾ അമർത്തി അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുക. ദെൻ ടേക്ക് ദ പേഴ്സൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി എത്തിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞതാണ്. സോ ദ ഫസ്റ്റ് എയ്ഡ് ഇറ്റ് ഈസ് എ 2 mark question for our usual SLC examinations. So you study that points thoroughly. Then saving electricity is equivalent to generate electricity. Saving electricity is equivalent to generate electricity. So save the electricity as possible as. Next topic, making household circuit. Some components and equipments are given in your textbook. The name and uses are we can check. You notice this with your textbook with the page number 71 and 72.
Firstly, one-way switch. One-way switch. You already see the switch. It is the normal usual switch used to start or stop current flow and to change the direction of current flow. Current flow direction ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റോപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ച് തന്നെയാണ് വൺ വേ സ്വിച്ച്. ടു വേ സ്വിച്ച് ഹാവിങ് 2 or more switches in different locations to control one electrical device. ഒരു ഉപകരണത്തെ തന്നെ രണ്ടിടത്ത് നിന്ന് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടു വേ സ്വിച്ച്. ഇത് നമ്മൾ സാധാരണയായിട്ട് ടു വേ സ്വിച്ച് ഉപയോഗിക്കുന്നത് സ്റ്റെയർ കേസിലൊക്കെയാണ്. സ്റ്റെയർ കേസിൻ്റെ താഴെ നിന്ന് നമ്മളത് ഓണാക്കാനും ഓഫാക്കാനും അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ടു വേ സ്വിച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3-pin സോക്കറ്റ്. ഇലക്ട്രിസിറ്റി ക്യാൻ ബി സപ്ലൈഡ് ടു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സേഫ്ലി. ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കറണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 3-pin സോക്കറ്റ്. 3-pin സോക്കറ്റ് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. 3-pin സോക്കറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി സപ്ലൈഡ് ടു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സേഫ്ലി. നെക്സ്റ്റ് സീലിംഗ് റോസ്. Sealing rose helps in that one live wire, that is phase wire, that is needed for sealing light or fan to go in conditions. സീലിംഗ് ഫാനുകളും ലൈറ്റുകളും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ സുരക്ഷിതത്വവും കൃത്യതയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീലിംഗ് റോസ് എന്ന് പറയുന്നത്. എൻ്റെ പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ELCB we already know, earth leakage circuit breaker, helps to break the circuit automatically whenever there is a current leak due to insulation failure or any other reasons. ഇൻസുലേഷൻ ഫെയിലിയർ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റീസൺസ് കൊണ്ട് കറണ്ടിൻ്റെ ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. നെക്സ്റ്റ് റെഗുലേറ്റർ. ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ലെവൽ. വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റെഗുലേറ്റർ. ഫാനിൻ്റെയൊക്കെ റെഗുലേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. Indicator, a device which provides visual or remote indication of fault on the electric power system. ഇലക്ട്രിക് തകരാറുകൾ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് കറണ്ട് ഉണ്ടോ കറണ്ട് ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വെക്കുന്ന ഇതുപോലുള്ളൊരു ഇൻഡിക്കേറ്റർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. റെഡ് കളറിൽ ഉള്ളത് തെളിഞ്ഞു നിൽക്കുന്നതും കറണ്ട് ഇല്ലാത്ത സമയത്ത് ഓഫായിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. A device which provides visual or remote indication of a fault on the electric power system. RCCB, residual current circuit breaker, distinguish between the phase current and neutral current and to break the circuit if needed. ഫേസ് കറണ്ടിനെയും ന്യൂട്രൽ ലൈനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറണ്ടിൻ്റെ ലീക്കൊക്കെ തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനം കൂടിയാണ് RCCB. MCB we already studied. Miniature circuit breaker automatically breaks the circuit whenever there is an excess flow of current due to short circuit or overloading. ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ് മൂലം എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് MCB. MCB is equal to miniature circuit breaker. KitKat fuse, protecting a circuit against excess current. അമിത വൈദ്യുതപ്രവാഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് KitKat ഫ്യൂസ്. KitKat ഫ്യൂസ്. സ്വിച്ച് ബോർഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് പവർ. പവറിൻ്റെ പ്രവാഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്വിച്ച് ബോർഡ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്. മീറ്റർ, ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്വാണ്ടിറ്റി. ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വാട്ട് അവർ മീറ്റർ തന്നെയാണ്. കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ് നമ്മൾ മീറ്ററിൽ കറണ്ടിൻ്റെ അളവ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. മെയിൻ സ്വിച്ച്, ദ മെയിൻ പവർ സപ്ലൈ ഓഫ് ദി RC മോഡൽസ്. മെയിൻ പവർ സപ്ലൈ ആണ് മെയിൻ സ്വിച്ച്. ഒരു കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതിയുടെ വിതരണത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ് മെയിൻ സ്വിച്ച്. ഒറ്റ സ്വിച്ചിൽ തന്നെ അത് കെട്ടിടത്തിലെ മുഴുവൻ കറണ്ടും നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ളതാണ് മെയിൻ സ്വിച്ച്. ബൾബ് ഹോൾഡർ, ഹോൾഡിങ് എ ലൈറ്റ് ബൾബ് ഓർ ലാമ്പ്. ബൾബ് ഹോൾഡറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ബൾബുകൾ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ബൾബ് ഹോൾഡർ. നെക്സ്റ്റ് ഈസ് ക്ലാമ്പ് അമ്മീറ്റർ. ദ വെക്റ്റർ സം ഓഫ് ദി കറൻറ്റ്സ് ഫ്ലോയിങ് ഇൻ ദ കണ്ടക്ടേഴ്സ് പാസിംഗ് ത്രൂ ദ പ്രോബ്. നമുക്കറിയാം, പ്രോബുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ അതിലൂടെയുള്ള വൈദ്യുതിയുടെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാമ്പ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്.
അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ കറണ്ടിൻ്റെ അളവ് മെഷർ ചെയ്യുന്നതാണെന്നുള്ളത് നമുക്കറിയാം. ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ സം ഓഫ് ദി കറൻറ്റ്സ് ഫ്ലോയിങ് ഇൻ ഓൾ ദ കണ്ടക്ടേഴ്സ് പാസിങ് ത്രൂ ദ പ്രോബ്. പ്രോബിൽ കൂടി ഒഴുകുന്ന എല്ലാ കണ്ടക്ടേഴ്സിൻ്റെയും കറണ്ടിൻ്റെ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്ലാമ്പ് അമ്മീറ്റർ. നെക്സ്റ്റ് മൾട്ടിമീറ്റർ ക്യാൻ മെഷർ വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. നമ്മൾ മൾട്ടിമീറ്റർ പഠിച്ചിട്ടുള്ളതാണ്. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും മെഷർ ചെയ്യാൻ വേണ്ടി, ഒരേ സമയം മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംഗിൾ ഇൻസ്ട്രുമെൻ്റാണ് മൾട്ടിമീറ്റർ. AC voltmeter to measure the AC voltage across any 2 points of electric circuit. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും 2 പോയിന്റിലുള്ള AC വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് AC വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നത്. വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളത് നമുക്കറിയാം. AC വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വയർ സ്ട്രിപ്പർ യൂസ്ഡ് ടു സ്ട്രിപ്പ് ദ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഫ്രം ദ ഇലക്ട്രിക് വയേഴ്സ്. ഇലക്ട്രിക് വയറുകളിൽ നിന്ന് ഇൻസുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയർ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വയർ സ്ട്രിപ്പർ എന്ന് പറയുന്നത്. വയർ സ്ട്രിപ്പർ. സ്ക്രൂ ഡ്രൈവർ ടു ടൈപ്സ് ഉണ്ട്. സെയിം യൂസ് തന്നെയാണ്. ടൂൾ യൂഷ്വലി ഹാൻഡ് ഓപ്പറേറ്റഡ് ഫോർ ടേണിങ് സ്ക്രൂസ് വിത്ത് ഷേപ്പ്ഡ് സ്ലോട്ടഡ് ഹെഡ്സ്. ആകൃതിയുള്ള സ്ക്രൂ മുറുക്കാനും അഴിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ സാധാരണയായിട്ട് 2 തരത്തിൽ കാണാറുണ്ട്. രണ്ടിൻ്റെയും പിക്ചർ നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ടെസ്റ്റർ ടച്ച് ടു ദ കണ്ടക്ടർ ബീങ് ടെസ്റ്റഡ്. വൈദ്യുതിയുടെ സാന്നിധ്യവും തുടർച്ചയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ടെസ്റ്റർ. ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന കാര്യം അറിയാവുന്നതാണ്. പ്ലെയർ ഫോർ ഗ്രിപ്പിംഗ് സംതിങ് റൗണ്ട് ലൈക്ക് എ പൈപ്പ് ഓർ റോഡ്. സം ആർ യൂസ്ഡ് ഫോർ ട്വിസ്റ്റിംഗ് വയേഴ്സ്. ഉപകരണങ്ങളുടെയും ടൂളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സുഗമമാക്കാൻ വേണ്ടിയിട്ട്, അവയെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലെയർ എന്ന് പറയുന്നത്. പ്ലെയർ. ഗ്ലൗസ് ആർ മെയിൻലി 2 ടൈപ്സ്. ലെതർ ഗ്ലൗസും റബ്ബർ ഗ്ലൗസ്. ലെതർ പ്രൊട്ടക്റ്റഡ് ഗ്ലൗസ് ഈസ് യൂസ്ഡ് ഫോർ വോൺ ഓവർ. മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെതറിൻ്റെ ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത്. റബ്ബർ ഇൻസുലേഷൻ ഗ്ലൗസ് ടു ഹെൽപ്പ് പ്രൊവൈഡ് ദ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ നീഡഡ് അഗൈൻസ്റ്റ് കട്ട്സ്, അബ്രേഷൻസ് ആൻഡ് പഞ്ചുറീസ്. അതായത് നമുക്ക് റബ്ബർ ഗ്ലൗസ് ഷോക്ക് ഏൽക്കാതെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് റബ്ബറിൻ്റെ ഗ്ലൗസ്. ലെതർ ഗ്ലൗസ് മുറിവേൽക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ലെതറിൻ്റെ ഗ്ലൗസ്. 2 ടൈപ്സ് ഓഫ് ഗ്ലൗസസ്. ഇൻസുലേഷൻ ടേപ്പ് ടു ഇൻസുലേറ്റ് ഇലക്ട്രിക്കൽ വയേഴ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഉപകരണങ്ങളെ ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തെ തടഞ്ഞു നിർത്തുന്നു. വൈദ്യുതാഘാതം ഏൽക്കാതെ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറയുന്നത്. വയർ അല്ലെങ്കിൽ കേബിൾ എന്ന് പറയുന്നത് ടു ക്യാരി ഇലക്ട്രിക് കറൻറ്റ്സ്. ഉപകരണങ്ങളെ അന്യോന്യം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വയർ. നെക്സ്റ്റ് PVC പൈപ്പ് ഫിറ്റിങ്സ്. PVC ചാനൽ, PVC പൈപ്പ്. ദീസ് ആർ യൂസ്ഡ് ഫോർ പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ്. PVC pipe fittings are used for plumbing and drainage works. PVC channels, it control panels and electrical cabinets. PVC pipe used as the insulation on electric wires. ഇൻസുലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് PVC പൈപ്പ്, PVC ചാനൽ, PVC പൈപ്പ് ഫിറ്റിങ്സ്. നമുക്ക് ഹൗസ് ഹോൾഡ് സർക്യൂട്ടാണ്. ഒരു മുറിയിലുള്ള എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് നമ്മുടെ വയർ ഇലക്ട്രിക് ലൈൻ കണക്റ്റ് ആകുന്നത് വാട്ട് അവർ മീറ്ററിലേക്കാണ്. ദെൻ ടു മെയിൻ ഫ്യൂസ്, ദെൻ മെയിൻ സ്വിച്ച്, ദെൻ ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ദെൻ MCB, ദെൻ ടു സ്വിച്ച് ബോർഡ്. ഫേസ് ലൈൻസ് ആർ കണക്റ്റഡ് ടു മെയിൻ ഫ്യൂസ് ആർ കണക്റ്റഡ് ടു ഫേസ് ലൈൻ. Also, earth line is connected to whatever meter or main switch. After that, switch boards are seen. In switch board, regulator, various switches and 3-pin plugs are seen. 3-pin plug has 3 pins, 2 similar pins and 1 bigger pins. The bigger pins connected to the earth line. Other pins are connected to phase and neutral line. Phase line is seen in red color, earth line is seen in green color.
neutral wire is seen in black color. This is the just outline or working model of household electrification or household circuit. It is the picture seen in your textbook, page 73. Main fuse, main switch, ELCB, MCB, then switchboard, regulator, switches, 3-pin plug, bulb holder, junction box, sealing rose, PVC pipe, ceiling fan, clamp, screw, etc. are seen in the picture. It is numbered. It is seen in your textbook, page number 73. Thank you for watching the class. Write the notes in your notebook and study it thoroughly. Maybe asking 2 more questions from this topic. Thank you very much. God bless.